മകളുടെ സ്കൂൾ ബസ്സിന് മുമ്പിലേക്ക് വീൽ ചെയ്ത് വരുന്ന അച്ഛൻ. മമ്മൂക്കയുടെ സൗന്ദര്യത്തിനെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഗ്രേറ്റ് ഫാദർ ഫോട്ടോഗ്രാഫിയുടെ. മമ്മൂക്കയുടെ എല്ലാം ഏറ്റവും ആദ്യമായിട്ട് മമ്മൂക്കയ്ക്ക് കിട്ടിയ പട്ട ഏതായിരുന്നു ഓർക്കണ്ടോ? പട്ടം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. നമസ്കാരം. ഇപ്പോഴും സംവിധായകരോട് റോള് ചോദിക്കുന്ന നടനാണ് മമ്മൂട്ടി. ചോദിക്കാതെ കിട്ടില്ല സാർ. പൃഥ്വിരാജ് ഏറ്റവും ആദ്യത്തെ സിനിമ ഇന്ന് മോഹൻലാലിനെ വെച്ചിട്ടുണ്ട്. പക്ഷെ കാശ് സേഫ് ആകുന്ന പരിപാടി മമ്മൂക്കാനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ മാത്തുക്കുട്ടിക്ക് പറയാം, ഞാൻ പോയിട്ട് അത് രാജുവിനടുത്ത് പറയാം. ഗ്രേറ്റ് ഫാദറിന്റെ കളക്ഷൻ ആക്ച്വലിയാണ്. ഇതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ട് പോലും വിശ്വസിക്കാത്ത ആളുകളുണ്ട്. അപ്പൊ ഞാനെന്ത് ചെയ്യാനാ വിശ്വസിക്കാത്തത്? ജനിച്ചത് വൈക്കത്തിനടുത്തുള്ള ചെമ്പിലാണ്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് വളർന്ന മലയാള സിനിമയുടെ തനി തങ്കമായി മാറിയ കലാകാരൻ മമ്മൂക്കയാണ് ഇന്ന് നമ്മളോടൊപ്പം. നമസ്കാരം. നമസ്കാരം മാത്തുക്കുട്ടി. ഇപ്പോ മാത്തുക്കുട്ടിയാണ് എന്നോടൊപ്പം. സോറി. മമ്മൂക്കയ്ക്ക് ഇത് ഒരു കാലത്ത് നിർത്തില്ല അല്ലെ? എന്റെ കൂടെ മമ്മൂക്ക എന്ന് പറഞ്ഞ് ഇന്നേ വരെ സ്വീകരിച്ചിട്ടില്ല. അത് മാത്തുക്കുട്ടിയുടെ ആഗ്രഹം, ഇത് എന്റെ ആഗ്രഹം. ഓരോരുത്തരും ആഗ്രഹമല്ലേ. മാത്തുക്കുട്ടിയുടെ വിചാരം മാത്തുക്കുട്ടിയുടെ കൂടെ ആകണോ എല്ലാവണമെന്നല്ലേ, എല്ലാവരും ഒന്നല്ലേ? അങ്ങനെയൊന്നുമില്ല. മമ്മൂക്ക കൂടെ ഇരിക്കുമ്പോഴെങ്കിലും മിനിമം എനിക്ക് അങ്ങനെയില്ല. കാരണം നമ്മൾ മമ്മൂക്കാനെ കാണുമ്പോ അറിയാണ്ട് മറ്റേ വിധേയൻ സിനിമയൊക്കെ ഓർത്തു പോകും. പിന്നെ ഞാൻ മറ്റേ ഗോപകുമാറായി പോകും. അങ്ങനെ വിധേയത്തിന്റെ ആവശ്യമൊന്നുമില്ല. തനി തങ്കം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ചെമ്പിൽ നിന്ന് വന്ന മലയാള സിനിമയുടെ സ്വർണം എന്ന് പറയുന്നു, അഭിനയ കലയുടെ സംശുദ്ധ സ്വർണ്ണ പുരുഷൻ എന്ന് പറയുന്നു. എനിക്ക് മമ്മൂക്കാക്ക് ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ ഇപ്പോൾ കഴിഞ്ഞൊരു 3 പതിറ്റാണ്ടുകളായിട്ട് ഒരുപാട് കേൾക്കുന്നുണ്ട് മമ്മൂക്ക. എനിക്ക് ഏറ്റവും ആദ്യം ചോദിക്കാനുള്ളത് തന്നെ, ഇപ്പോഴും ആ ഒരു അങ്ങനെ കേൾക്കുമ്പോൾ ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടാവുന്നുണ്ട് മമ്മൂക്കാക്ക്. അങ്ങനെയൊന്നും പണ്ടുമില്ല ഇപ്പോഴും ഇല്ല. കാരണം ഇത് വെറും വാചകങ്ങളിലല്ലേ, സത്യസന്ധമായ കാര്യങ്ങൾ വേറെ അല്ലേ. പക്ഷെ എന്നാലും ഉണ്ടാവും മെഗാസ്റ്റാർ അല്ലെങ്കിൽ മെഗാസ്റ്റാറൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ഞാൻ അത്ഭുതപ്പെട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അങ്ങനെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എന്താ അങ്ങനെ പറയേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ ഞാനോട് ഖലീസ് ടൈംസില് വന്നതാണത്. ഞാൻ ആദ്യം ഒരു ഗൾഫ് ടൂർ ഉണ്ടായിരുന്നു 87. ഖലീസ് ടൈംസ് ആണ് അവിടെ പോപ്പുലർ പത്രമാണ്. ഇന്നും അതെ, വേറെ പത്രങ്ങളുണ്ട്, ഇല്ലെന്നല്ല. ഇപ്പൊ അവർ പണം കണ്ട ഖലീസ് ടൈംസിന്റെ ഫ്രണ്ട് പേജിൽ ഒരു കളർ ഫോട്ടോയും വെച്ചിട്ട് മെഗാസ്റ്റാർ മമ്മൂട്ടി അറൈവ്സ് ടുഡേ എന്നാണ്. അതെന്താ മെഗാസ്റ്റാർ? അപ്പോ ഈ സൂപ്പർ സ്റ്റാർ കഴിഞ്ഞു പോയെന്നുള്ളത് പിന്നീട് അയാൾ കണ്ടാ പറഞ്ഞാണ്, കുറച്ച് കൂട്ടി കയറ്റിയാന്ന് പറഞ്ഞു. ഏറ്റവും ആദ്യമായിട്ട് മമ്മൂക്കാക്ക് കിട്ടിയ പട്ട ഏതായിരുന്നു ഓർക്കണ്ടോ? പട്ടം ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. മറ്റേ പട്ടമല്ലേ, പേപ്പറില്ലേ, ന്യൂസ് പേപ്പർ വെച്ച് അത് മുറിച്ചിട്ട് നടുക്ക് 2 സൈഡിൽ ഈർക്കിൽ വെച്ച് ചോറ് കൊണ്ട് ഇത് ഒട്ടിച്ചിട്ട് നൂല് കെട്ടിയിട്ട് പാലൊക്കെ ഇട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ പൊക്കി വിടും. പേപ്പർ കൊണ്ട് ഉണ്ടാക്കി. മമ്മൂക്കാക്ക് പട്ടൊക്കെ ഉണ്ടാക്കാൻ അറിയാല്ലേ? എനിക്ക് എന്തെല്ലാം ഉണ്ടാക്കാൻ അറിയാം, പലതും നിനക്കറിയില്ല മോനെ. എന്താ പ്രശ്നം? പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനിപ്പോഴും ചോദിക്കുന്ന ഈ സ്വർണ്ണം തങ്കത്തിന്റെ പ്രശ്നമാണ്. സ്വർണത്തിന്റെ കാര്യമൊന്നും പറയരുത് വെറുതെ, ആവശ്യമില്ല. എന്താ ഭയങ്കര വിലയില്ല സ്വർണ്ണത്തിന്. മമ്മൂക്കാക്ക് വാങ്ങിക്കാതിരിക്കാൻ പാകത്തിനുള്ള വിലയൊന്നുമില്ലല്ലോ. എനിക്ക് എന്തിനാ ഇപ്പൊ സ്വർണ്ണം? ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ പിന്നെ പറഞ്ഞാൽ ശരിയാണ്. എനിക്ക് എന്തിനാ സ്വർണ്ണം? പൊന്നും കൂടത്തിന് എന്തിനാണ് പൊട്ടാതെ? ശരി. നമ്മുടെ പ്രോഗ്രാമിൽ ഇതേവരേക്കും ഷൂട്ട് ചെയ്തതൊക്കെ അതിൽ നിന്നൊക്കെ മാറിയിട്ടൊരു ലൊക്കേഷനിലാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്. ഇത് ശരിക്കും ഷൂട്ട് ചെയ്യുന്നത് നമ്മള് ജസ്റ്റി കഫേ എന്ന് പറഞ്ഞിട്ടൊരു കഫേയിലായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല, സോറി. അപ്പോ എന്തുകൊണ്ടാണ് ഇവിടെ എന്ന് ചോദിച്ചാൽ ഇത് മമ്മൂക്കാടെ വീടാണ്. മമ്മൂക്ക എന്താ ഈ വീട് ഏറ്റവും ആദ്യമായിട്ട് കാണുന്നത്? മമ്മൂക്കയുടെ വീട് സാധാരണ ഞാൻ രാവിലെ ഇവിടെ ഈ വീടിന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയാൽ മമ്മൂക്കയുടെ വീടാണെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ വീടല്ലേ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. എനിക്ക് തോന്നിയത് പറയുകയാണെങ്കിലും ആൾക്കാർ കാണാനുള്ളത് പെയ്യുന്ന മഴയ്ക്കും തഴുകുന്ന കാറ്റിനും സിനിമയുടെ മണമുള്ള വീട്. സ്വന്തമായിട്ടൊരു ഡയലോഗ് പറഞ്ഞൂടെ കുട്ടി? ഗ്രേറ്റ് ഫാദർ എന്ന സിനിമ ഇപ്പോ അതൊരു ഗ്രേറ്റ് സക്സസ് ആയിട്ട് മാറിയിരിക്കുന്നു. മമ്മൂക്കയുടെ കരിയറിൽ ഒരുപാട് റെക്കോർഡുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ രാജമാണിക്യം പോലെ, പോക്കറ്റ് രാജ പോലെ. പക്ഷെ ഈ പ്രാവശ്യം അതെല്ലാത്തിനും അപ്പുറത്തേക്ക് ഭയങ്കരമായിട്ട് കൊണ്ടാടപ്പെട്ട ഒരു റെക്കോർഡ് വിജയമായിട്ട് ഗ്രേറ്റ് ഫാദർ മാറിക്കഴിഞ്ഞു. ഏറ്റവും ആദ്യമേ ഈ സന്തോഷം എങ്ങനെ പങ്കുവയ്ക്കുന്നു? സന്തോഷം വേണോ? കുറച്ച് വേണ്ടി വരും. കൺഗ്രാചുലേഷൻസ് മമ്മൂക്ക. അല്ലെങ്കിൽ ഈ വിജയത്തിനുള്ള ഒരു മാറ്റം എന്താ തോന്നുന്നത്? മാറ്റം ഉണ്ടെങ്കിൽ കാണാൻ പാടില്ല. എന്തെങ്കിലും ഉണ്ടോ മാറ്റം? ഇല്ല, അടിയില്ല, വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പല കാരണങ്ങൾ കൊണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ പോലെയുള്ള ഒരു സാധനത്തിന്റെ ഒരു അമിതമായിട്ടുള്ള ഒരു പ്രാധാന്യം വന്ന് നിൽക്കുന്ന സമയമാണ്. ഒരു റെക്കോർഡ് കിട്ടാനായിട്ട് ആഘോഷിക്കാൻ നിൽക്കുന്ന ഒരു വലിയ ജനതയുണ്ട്. പല കാര്യങ്ങൾ കൊണ്ടും ഈ വിജയത്തിന് കുറച്ചുകൂടി പ്രസക്തി ഇല്ലേ? എനിക്ക് അങ്ങനെയൊന്നും പറയാറില്ല. ഇത് ഭയങ്കര പ്രസക്തി ഉണ്ടെന്ന്. സത്യം ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതേസമയത്ത് ഒരു വലിയ വിഷമമുണ്ടെങ്കിൽ അതിങ്ങനെ ഇടക്കിടക്ക് തെറ്റി വരും. സന്തോഷം അങ്ങനെ ആലോചിച്ച് നമ്മൾ ചിരിക്കുമോ? നമ്മുടെ ജീവിതത്തിൽ പണ്ടെന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടായപ്പോൾ നിങ്ങൾ പറയുന്നില്ല, ഏതെങ്കിലും ഇതുപോലൊരു സിനിമ ഓടി, പണ്ടൊരു സിനിമ ഓടി, ആ സിനിമ ഓടിയതിനപ്പോൾ അങ്ങനെ ഇരിക്കില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിഷമിക്കാവുന്ന കാര്യങ്ങൾ ഓർത്ത് നമ്മൾ ഇങ്ങനെ ആവശ്യമില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കും. അത് മനുഷ്യ ശ്രദ്ധിച്ചിട്ടില്ല. ചുമ്മാ ആലോചിച്ചു. ഇനി ആലോചിക്കാം.
ഇനി ആലോചിക്കാനല്ലോ, ഇപ്പൊ തന്നെ ആലോചിച്ചോളൂ. ഞാൻ പോയിട്ട് വരാം. അയ്യോ പോലെ ചായ കിട്ടിയ നന്നായിരിക്കും. സാധാരണഗതിയിൽ ഒരു പ്രോഗ്രാമിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് എന്റെ മുമ്പിൽ ഉത്തരം പറയുന്ന ആളാണ് അതിഥിയായിട്ട് വരാം. പക്ഷെ ഇവിടെ ഇപ്പൊ ഞാനാണല്ലോ അതിഥിയായിട്ട് വന്നേക്കുന്നത്. അതുകൊണ്ടല്ലേ ചായ വേണമെന്ന് ചോദിച്ചു. അതുകൊണ്ടാണല്ലോ എനിക്ക് വേണമെന്ന് പറഞ്ഞേ. മാത്തുക്കുട്ടി ഭയങ്കര തമാശ കേട്ടോ. ശരിക്കും ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. മമ്മൂക്കയൊക്കെ വെട്ടിച്ച് തട്ടിച്ചു നോക്കുമ്പോ നമ്മളൊക്കെ എന്ത് എന്ത് തമാശ. ഓ, എന്നെ തമാശക്കാരനാക്കി. ഭയങ്കര കാലിക പ്രസക്തിയുള്ള ഒരു സംഭവമാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ ഈ ഫ്ലാറ്റ് ജീവിതവും കാര്യങ്ങളിലേക്ക് നീളുമ്പോൾ ഈ സിനിമയ്ക്ക് ഭയങ്കര ഒരു പ്രസക്തി ഉണ്ട് നിലവിലുള്ള സമൂഹത്തിൽ. എന്താ മമ്മൂക്കാക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രസക്തി ഈ സിനിമയ്ക്ക് ഉള്ളത് കൊണ്ടാണ് ഈ കൂടുതൽ ഈ സിനിമയെ പ്രേക്ഷകരെ ആകർഷിക്കുന്നത്. സിനിമയെ അത് കാലിക പ്രാധാന്യം പറഞ്ഞാൽ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ കൊണ്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ അവസരങ്ങളുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഈ പുതിയ ഈ എന്താ പറയുക ഈ നഗര ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ മനുഷ്യന്റെ സൈക്കോളജിക്കൽ പ്രോബ്ലംസിലുള്ള മാറ്റങ്ങൾ. പണ്ടുമൊക്കെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാകും, പക്ഷെ അത്രത്തോളം നമുക്ക് അറിയപ്പെടുന്ന രീതിയിലുണ്ടാകും. പിന്നെ ജനസംഖ്യ കുറവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ പക്ഷെ നമ്മൾ എന്നും രാവിലെ കേട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ നേരെയുള്ള അക്രമങ്ങളാണ്. അതും മുതിർന്ന ആളുകൾ, അതിപ്പോ ഈ പെഡോഫിലോ എന്നൊക്കെ പറയുന്നത് പോലെ കുട്ടികളുടെ നേരെയുള്ള ലൈംഗികമായ ആക്രമണമാണ് കൂടുതൽ. അതിനെതിരെ എടുത്ത ഒരു സിനിമ, അങ്ങനെ വേണമെന്ന് എടുത്ത സിനിമ അല്ല ഇത്. പക്ഷെ ഇങ്ങനൊരു കഥ വന്നപ്പോ കാലഘട്ടത്തിനനുസരിച്ച് ഒരു കഥയായി മാറി, അതിനൊരു പ്രസക്തി ഉണ്ടായി, ജനങ്ങളത് ഏറ്റെടുത്തു, ജനങ്ങൾക്ക് തിരിച്ചറിയലുണ്ടായി. ഇത് പക്ഷേ നമ്മൾ കുട്ടികളുടെ നേരെ ജാഗരൂകരാകണം എന്നുള്ളതിന് ഒരു ചൂണ്ടുവിരൽ കൂടെ ആയിരിക്കാം ഈ സിനിമ. റിയൽ സ്റ്റോറി റിയൽ സ്റ്റോറിയുണ്ട്. റിയൽ സ്റ്റോറി വെച്ചാൽ നമ്മള് ഒരു മാസത്തിൽ ഒരു 10 or 15 കഥയെങ്കിലും സംഭവങ്ങളെങ്കിലും നമ്മൾ പേപ്പർ വായിക്കുന്നുണ്ട്. ഇത്രയും വാർത്തകൾ വരുന്നതിന് മുമ്പ് തന്നെ എഴുതി അഭിനയിച്ചു പോയൊരു ഡയലോഗ് ഉണ്ടായിരുന്നത്. നമ്മുടെ സമൂഹത്തിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും. ബന്ധുക്കളായിട്ടും പരിചയക്കാരായിട്ടും സുഹൃത്തുക്കളായിട്ടും ഒക്കെ നമ്മുടെ കൂടെ ഈ മുഖംമൂടി ധരിച്ച് സൗഹൃദത്തിന്റെ മുഖംമൂടി ധരിച്ച് നമ്മുടെ കുട്ടികളെ നേരെ ആക്രമിക്കാൻ കാതോർത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കാത്തു നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും എന്നൊരു ഡയലോഗുണ്ട്. അവരെ കുറിച്ച് നമ്മള് ജാഗരൂകരാകണം, ജാഗ്രത പുലർത്തണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ ഈ സിനിമ തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു പിൻ പോയിന്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആക്രമിക്കുന്നവരല്ല, അക്രമം കണ്ടു നിന്നിട്ട് അത് മിണ്ടാതിരിക്കുന്നവരാണ് ലോകത്തിന്റെ നാശം ആക്രമിക്കുന്നവരിലൂടെയല്ല, ആക്രമിക്കുന്നവരെ കണ്ടു മിണ്ടാതിരിക്കുന്നവരിലൂടെ ആയിരിക്കും എന്നാണ്. അത് പഴയ ഒരു ചൊല്ലാണ്, എപ്പോഴും എല്ലാ കാലത്തിനും യോജിച്ചതാണ്. അതുകൊണ്ട് നമ്മള് ഈ രണ്ടു തരത്തിലുണ്ട്. ഇപ്പൊ ആക്രമിക്കുന്നവരാണോ ആക്രമിക്കാത്തവരാണോ എന്നറിയാതെ തിരിച്ചറിച്ച് രണ്ടു തരത്തിലുണ്ടല്ലോ. പറഞ്ഞ പോലെ റോമിയോ അങ്ങനത്തെ അവരെ ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അതല്ലാതെ അപ്പൊ ഇതിനകത്തൊരു സദാചാരത്തിന്റെ 2 വശങ്ങളുണ്ട്. ആചാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ആൾക്കാരെയാണോ അല്ലാത്തവരെയാണോ നമ്മൾ കണ്ടെത്തുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടാണ്. ചുമ്മാ സംസാരിക്കുന്നവരെയും സദാചാരക്കാർ പിടിക്കുന്നുണ്ട്, മറ്റുള്ള ആൾക്കാർ അതിൽ കൂടെ രക്ഷോട്ട് പോകുന്നുണ്ടാവും. അപ്പൊ ഇത് തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇത്തരം സംഭവങ്ങളോടുള്ള മീഡിയയുടെ ഒരു കാഴ്ചപ്പാടും കൃത്യമായിട്ട് സിനിമയിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. മീഡിയ അത് വേണ്ട എല്ലാ മീഡിയ അല്ല, ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു ആരെയും പ്രത്യേകിച്ച് ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളതല്ല. അങ്ങനെ ഒരാളെ പറ്റിയല്ലോ. ഇതും ഇപ്പൊ നമ്മള് ഡേവിഡ് നൈനാൻ എന്ന് പറഞ്ഞ ഒരു അച്ഛനോട് എല്ലാവരും ഈ പണിക്കിറങ്ങൂല. ഇങ്ങനെ സിനിമയിൽ പറയുന്ന ആൾക്കാർ അത് ആ ആളുകളെ പറ്റിയാണ്. നമുക്കാണെങ്കിലും ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് വരുന്നത്. ബ്ലേസർ ഇട്ടിട്ടാണെങ്കിലും നമുക്കൊക്കെ എപ്പോഴും ഇങ്ങനെയുള്ള വേഷങ്ങൾ ഇടാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് അതിന്റെ പേഴ്സണൽ കളക്ഷനിൽ ഒരുപാട് സൂക്ഷിച്ചു വെക്കുന്ന ഒരുപാട് പലപ്പോഴും ശ്രദ്ധിച്ചില്ലായിരുന്നു. നമുക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കളക്ഷൻ ഒരുപാടുണ്ട്. പക്ഷെ ഇത് മമ്മൂക്ക എന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു വെക്കാൻ ഭയങ്കര മോഹമുള്ള മോഹമുണ്ടെന്നല്ലേ പറഞ്ഞു. വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പേഴ്സണലി അങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു അത് ഈ കഥാപാത്രത്തിന് അങ്ങനെ ഒരു ഷോ ഉണ്ടാക്കാൻ വേണ്ടി അയാൾ ഷട്ടമുണ്ട് ഇട്ടിരുന്നാലും കഥയ്ക്ക് ഒക്കെയാണ്. പക്ഷെ ഇവളുടെ ഈ കുട്ടിയുടെ കഥയിലെ കഥാനായകൻ അങ്ങനത്തെ ഒരാളാണ്. അവളുടെ അച്ഛൻ അങ്ങനത്തെ ആളായിരിക്കണം. എല്ലാ പെൺകുട്ടികൾ പ്രത്യേകിച്ച് അവളുടെ സങ്കല്പത്തിലെ ഏറ്റവും ശക്തനും സൂപ്പർ ഹീറോ അവളുടെ അച്ഛനാണ്. എപ്പോഴും അതെ, അച്ഛന്മാരായിരിക്കും. ആൺകുട്ടികൾക്കും അതെ ഇല്ലെന്നല്ല, പക്ഷെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഒരു സംരക്ഷകനും രക്ഷകനുമായിട്ടുള്ള ഒരു വലിയ ഫീൽ ഉണ്ടാവും. അവൾ വലുതാകുന്നവരെ അവളുടെ അച്ഛൻ, പിന്നെ സഹോദരൻ, അവളുടെ കാമുകനോ ഭർത്താവോ അങ്ങനെയായിരിക്കും സ്ത്രീകൾക്ക് ഒരു രക്ഷകനായിട്ട് എപ്പോഴും ഉണ്ടാകുന്നത്. അവർ രക്ഷിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ അത് വളരെ തിരിഞ്ഞാ പോകുന്നതേ ഉള്ളൂ. മകളുടെ സ്കൂൾ ബസ്സിന് മുമ്പിലേക്ക് വീൽ ചെയ്ത് വരുന്ന അച്ഛൻ, സ്വാഭാവികമായിട്ടും അത് കാണുന്ന സമയത്ത് മമ്മൂക്കയുടെ ഒരു ഗ്ലാമർ അതിഭീകരമായിട്ട്. പക്ഷെ അത് മോളുടെ ആഗ്രഹപ്രകാരം വരുന്നതായിരിക്കും. അച്ഛനിങ്ങനെ വരണം, ഇവര് പിള്ളേരെ സമ്മതിക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇവള് ബെടായിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവള് പറഞ്ഞിട്ടുണ്ടാവും, അടിച്ചു പൊളിച്ച എന്ത് ജാക്കറ്റ് ഇട്ടില്ലേ, കൂളിംഗ് ഗ്ലാസ് വെച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ കാലത്തെ ഇവള് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, ഇവന്മാരെ പൊളിക്കാൻ വേണ്ടി ഇന്ന് വന്ന് ഒരു ജാട കാണിക്കണം, വേണേൽ 4-5 മോട്ടോർ സൈക്കിൾ കൂടെ വിളിച്ചു എന്ന് പറഞ്ഞ കാണുമായിരിക്കാം. മമ്മൂക്കയുടെ സൗന്ദര്യത്തിനെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഗ്രേറ്റ് ഫാദർ. ഫോട്ടോഗ്രാഫിയുടെയാണ്.
മമ്മൂക്കയുടെ എല്ലാം. അല്ല, ഇതിപ്പോ കാണുന്നത് തന്നെയല്ലേ, വേറെ ഇപ്പൊ പുതുതായിട്ട് എന്താ ഉള്ളത്? എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ സൗന്ദര്യ സംരക്ഷണത്തിലുള്ള പൊടിക്കൈകൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബുക്ക്ലെറ്റ് ഇറങ്ങി കഴിഞ്ഞാലും കേരളത്തിൽ അത് ഭീകരമായിട്ട് വിറ്റുപോകുന്നു. ഇപ്പൊ എന്ത് തോന്നി? എന്റെ മുമ്പിൽ, നിങ്ങളുടെ മുമ്പിൽ തന്നെയല്ലേ ആയിരിക്കും. പ്രത്യേകിച്ച് പൊടിക്കൈകളൊന്നുമില്ല, എന്തെങ്കിലും ചെയ്തു ഒന്നുമില്ല. ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയിൽ മമ്മൂക്കയുടെ ലുക്ക് കാണുമ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞത് മമ്മൂക്ക കൊല്ലം മാസിൽ വരുന്നു എന്നുള്ള ഫീൽ ആയിരുന്നു. ഈ ലുക്ക് ശരിക്കും മമ്മൂക്ക തന്നെ ഡിസൈഡ് ചെയ്തായിരുന്നു അതോ സംവിധായകൻ തന്നെയായിരുന്നു? ഇത് വേണോ വേണ്ടെന്ന് തീരുമാനിക്കുന്ന ആളാണല്ലോ. നമ്മുടെ കാലത്തെ താടി വളർത്തി ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ ആ താടി എപ്പോഴാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ തീർന്നില്ല. അപ്പൊ സംവിധായകൻ കൂടെ തീരുമാനിച്ചിട്ടുണ്ട്, നമ്മളവിടെ ഇങ്ങനെ ഒരു താടി വെച്ച് വന്നപ്പോ ഇത് കൊള്ളാം, നമുക്ക് ഈ പടത്തിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംവിധായകന്റെ തീരുമാനം. അപ്പൊ ഡിസൈഡ് ചെയ്യുന്നത് സംവിധായകൻ. അതായത് മമ്മൂക്ക താടി വെച്ച് ചെന്നു, അപ്പൊ പറഞ്ഞു ഓക്കെ. അതെ, താടി കുറച്ച് നാളായിട്ട് ഇങ്ങനെ വളരുന്നുണ്ട്. താടി അമിത ഒരു വേറെ സിനിമയ്ക്ക്, തമിഴ് സിനിമയുടെ താടി ഉണ്ടായിരുന്നു. അപ്പൊ അത് അതിന്റെ ഷൂട്ടിംഗ് സമയത്ത് അവരുടെ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു താടി നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചു. താടി ഇപ്പൊ ഇങ്ങനെ വെച്ചോണ്ട് വേണോ അതോ ഇത് എടുത്തു തരണോ? പക്ഷെ ഇതേവരെ നമുക്ക് ഇപ്പൊ പണ്ടത്തെ സിനിമകളിലൊക്കെ മമ്മൂക്കയുടെ താടി, ഇപ്പൊ ന്യൂഡൽഹി പോലെയുള്ള സിനിമകളിലൊക്കെ അത് എപ്പോ താടിയാ? ഇത് ഞാൻ വെച്ച താടിയാ. ഇതിപ്പോ എത്ര കാലം കൊണ്ട് വളർന്ന താടിയായിരുന്നു? ഇത് 10-30 ദിവസം ഉണ്ടാവും, 30 ദിവസമൊക്കെയാണ്. 30 ദിവസം കൊണ്ട് അത്ര വലിയ താടിയൊക്കെ വളർന്നു? അതല്ല, ഷൂട്ടിംഗ് ഉണ്ടല്ലോ 10 ദിവസം. പിന്നെ ആവശ്യത്തിന്റെ കണ്ടിന്യൂറ്റി അനുസരിച്ചിട്ട് അത് ട്രിം ചെയ്തൊക്കെ നിർത്തി. മുടിയൊക്കെ ഇടക്കിടക്ക് വിട്ടു. എല്ലാവരും ഇതിന് ടീസർ വന്നപ്പോ പ്രതീക്ഷിച്ചതൊരു മാസ് പടം മാത്രമാണെന്നായിരുന്നു. പക്ഷെ തിയേറ്ററിൽ കയറിയ പ്രേക്ഷകർക്കാണ് മനസ്സിലായത് ഇതൊരു കുടുംബ ചിത്രമാണെന്നുള്ളത്. അത് കുടുംബങ്ങൾ മാസപ്പെടൂലേ? അല്ല, മാസം എന്ന് പറഞ്ഞാൽ ഒരു ആൾക്കൂട്ടമല്ലേ. അപ്പൊ ഇതൊരു മാസപ്പടം തന്നെയാണ് അങ്ങനെ ആലോചിക്കുമ്പോ അല്ലേ. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് നമുക്കിത് സിനിമ എടുക്കുമ്പോൾ അങ്ങനെ ടാർഗറ്റഡ് ഓഡിയൻസിന് വേണ്ടി നമുക്ക് സിനിമ എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവൾക്ക് ഉള്ളിലെങ്കിൽ എന്ത് ചെയ്യും, ഒരു പ്രത്യേകതരം പ്രേക്ഷകനെ ഉദ്ദേശിച്ചൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിനിമ എടുക്കാൻ എനിക്കറിഞ്ഞൂടെ എങ്ങനെയാണ്. സിനിമ വരുന്ന സമയത്ത് പഴയതിനേക്കാൾ കൂടുതൽ ഇപ്പോ ആക്രമണങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് സൈബർ ലോകത്ത്. കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണെന്ന് വിചാരിച്ചാണ്. ഏറ്റവും സമാധാനപരമായിട്ടുള്ള റിലീസൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് നമുക്ക്. ഇപ്പൊ ഈ ഒരു സമാധാനപരമായിട്ട് പറഞ്ഞാൽ സൈബറില്ല, അതിന് വേറെ മാർഗങ്ങളുണ്ട്. ആളുകളുടെ താല്പര്യങ്ങളും ചേരിതിരിവും പക്ഷം ചേരലും ഇഷ്ടങ്ങളും പരിഗണനകളും മുൻഗണനകളും ഒക്കെ മാറിക്കൊണ്ട് എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ സൈബർ ഉള്ളതുകൊണ്ട് അത് അന്ന് ചായക്കടയിൽ പറയുന്നതാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. പക്ഷെ അന്ന് ചായക്കടയിൽ പറയുന്നത് അവർ മാത്രമായിരുന്നു കേൾക്കുള്ളൂ. ഇപ്പം ചായക്കടകളിലായി. അത്രേ ഉള്ളൂ. അതിനൊന്നും നമുക്കിപ്പോ നിഷേധിക്കാനോ നിരുത്സാഹപ്പെടുത്തിയിട്ടൊന്നും സംഭവിക്കാൻ വേണ്ടത്. അതൊക്കെ ഒന്നുകിൽ അതിന് പുതിയ എന്തെങ്കിലും സങ്കേതം വരുമ്പോൾ വേറെ അങ്ങോട്ട് മാറാം, നിൽക്കാം, ഇല്ലെങ്കിൽ തുടരാം. അത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇപ്പൊ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടാണ്. ഡിപ്ലോമാറ്റിക് ആയിട്ടല്ല, ശരിയല്ല എന്ന് പറയുന്നത് കാര്യം. മാത്തുക്കുട്ടി അങ്ങനെ ചെയ്യുന്നത്. മാത്തുക്കുട്ടി ഒരാളോട് പറയാം, കംപ്ലീറ്റ് ഫോണും കമ്പ്യൂട്ടറുള്ള എത്രയോ ആൾക്കാരോട് നമുക്ക് പറയാൻ പറ്റും. എന്നാലും ഒരു വലിയ സമൂഹം കാണുന്നുണ്ടല്ലോ നമ്മുടെ പ്രോഗ്രാം ആണെങ്കിലും. അവർ കാണട്ടെ, അവർക്ക് തീരുമാനിക്കണം. നമ്മളല്ലല്ലോ, ഒരാൾ തീരുമാനിച്ചാൽ ഒന്നും നടക്കത്തില്ല ലോകത്ത്. എല്ലാ മാറ്റങ്ങളും ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ആലോചിക്കുമ്പോഴും തീരുമാനിക്കുമ്പോഴാണ്. അത് ഇതിനകത്തും ഉണ്ടാവും. നമുക്കൊക്കെ എല്ലാ കാലത്തും ഈ കുട്ടികളുടെ ബേസിസിൽ കഥ പറയുന്ന സിനിമകളോട് ഭയങ്കര താല്പര്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഒരു കുട്ടിയായിട്ടുള്ള ഒരാളാണ്. മുഹമ്മദ് കുട്ടി ഒരു കുട്ടിയുണ്ട്. അതെ, അത് തന്നെയാണ് എന്റെ പ്രധാനപ്പെട്ട കാരണം. കണ്ടുപിടിച്ചല്ലേ? പിന്നെ ഭയങ്കര ബുദ്ധിയാണ്. നമ്മുടെ രണ്ടുപേരുടെ പേരിലുണ്ടല്ലോ കുട്ടി. അത് മാത്തുക്കുട്ടി, ഇത് വേറെ കുട്ടി. ഏത് കുട്ടിക്കാണ് കൂടുതൽ പ്രായം എന്ന് ഞാനിപ്പോ ആലോചിക്കുന്നത്. കുട്ടികൾക്ക് പ്രായമില്ലല്ലോ, എന്നാലും പ്രായമുള്ള കുട്ടിയാവാലോ. പ്രായമുള്ള കുട്ടികളുണ്ട്. 10 വയസ്സുള്ള കുട്ടികളുണ്ട്, 8 വയസ്സുള്ള കുട്ടികളുണ്ട്, 8 വയസ്സ് പ്രായമുള്ള കുട്ടിയുണ്ട്, 10 വയസ്സ് പ്രായമുള്ള കുട്ടിയുണ്ട്, 60 വയസ്സ് പ്രായമുള്ള കുട്ടിയുണ്ട്, അതിന് മുകളിൽ പ്രായമുള്ള കുട്ടികളും ഉണ്ട്. പോട്ടെ. അല്ല, ഞാൻ പറഞ്ഞു വന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു വെച്ചാൽ ഇപ്പോ ഭാസ്കര റാസ്കലിലാണെങ്കിലും ഗ്രേറ്റ് ഫാദറിലാണെങ്കിലും അതിനു മുമ്പ് ഡാഡി കൂൾ ആണെങ്കിലും ഒക്കെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളോട് മമ്മൂക്കായ്ക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ട്. കുട്ടികളുടെ സിനിമകൾ കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ല, കുട്ടികളുടെ കൂടെയുള്ള സിനിമയും കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമകളിൽ ഒരുപാട് സിനിമ പണ്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ബേബി ശാലിനി ഒരു 4-5 സിനിമയിൽ കുട്ടിയും മമ്മൂട്ടിയും അങ്ങനെ പക്ഷെ അത് 4 സിനിമയുള്ള ആകെ. അതിനെ പറഞ്ഞങ്ങനെയായി. അങ്ങനെ കുട്ടികളുടെ കൂടെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് അന്ന് ആ കുട്ടികളൊക്കെ വളർന്ന് വലുതായി എന്നുള്ളൂ. പിന്നെ അവർക്ക് കുട്ടിയായി ഇനിയിപ്പോ അവരുടെ കുട്ടികളായെന്ന് അറിഞ്ഞൂടാ. മമ്മൂക്കൊക്കെ അങ്ങനെ ചില റെക്കോർഡുകളൊക്കെ ഉണ്ടല്ലേ? അയാളുടെ കുട്ടിയുടെ കൂടെ അഭിനയിച്ചു, അയാളുടെ അമ്മയുടെ കൂടെ അഭിനയിച്ചു. മമ്മൂക്ക എങ്ങനെ നിൽക്കാനുള്ള അപ്പുറത്ത് ഇങ്ങനെ കാലം ഓടിക്കൊണ്ടിരിക്കും. വെറുതെ പറയുന്ന റെക്കോർഡുകളല്ലേ അതൊക്കെ? ഓരോരുത്തർ വെറുതെ പറയുന്ന റെക്കോർഡിലല്ലോ, സ്ക്രീനിൽ നമ്മൾ കണ്ട റെക്കോർഡുകളല്ലേ? ശരി, വേറെ ഇതൊന്നും നമുക്ക് മറുപടി പറയണ്ടേ? ഞാൻ ഇങ്ങനെ വേറെ എന്ത് മറുപടി പറയാൻ? ഞാൻ ക്വസ്റ്റ്യൻ ഫാക്ടറിയോ? ഇപ്പൊ പകലാണ്. അതെ, ഇപ്പൊ എന്താ പറയാൻ നോക്കും? അപ്പൊ പകലാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയണം പകലാണ്, നല്ല വെയിലാണ്. ഇപ്പൊ ഇന്നലെ 32 ഡിഗ്രി 32 ഡിഗ്രി 32 ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്ന് 33 ആണ്. ഇതല്ലാതെ ഞാനിങ്ങനെ മമ്മൂക്കയ്ക്ക് സംസാരിക്കുമ്പോ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, മമ്മൂക്കാരോട് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു അതിസാഹസികതയാണ്. അത് ഇന്റർവ്യൂ ചെയ്യാന്ന് പറയുന്നത്. മമ്മൂക്ക ഇങ്ങനെ ചോദ്യങ്ങളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കും. എന്നിട്ട് അടുത്തത്
പറയൂ. അവസാനം നമ്മുടെ ഇന്ന് തീർന്നു പോകുമ്പോ മമ്മൂക്ക തുടങ്ങും. അത് മനഃപൂർവ്വമൊന്നുമല്ല മാത്തുക്കുട്ടി, ഒരു രീതികളുണ്ട്. നമ്മൾ ഈ സൗഹൃദം കൊണ്ടാ ഈ സംഭാഷണം ഇത്ര സൗഹൃദ പരമാകുന്നു. അതേസമയത്ത് എന്നെ കൊല്ലാൻ വേണ്ടി മാത്തുക്കുട്ടി കാലത്ത് ഒരു കത്തിയായിട്ട് വന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഓടിപ്പോവും. അപ്പൊ പറയും. മമ്മൂക്കയുടെ അടുത്ത് പക്ഷെ ഇപ്പോഴും പല ചോദ്യങ്ങളും ചോദിക്കാനായിട്ട് ഭയക്കുന്ന ആളുകളുണ്ട്. പൈസ എത്രയെന്ന് ചോദിക്കാനാ ഞാൻ പറയണോ? ലോകത്തെല്ലാവർക്കും അറിഞ്ഞൂടെ? വിക്കിപീഡിയ ഉള്ളിടത്തെല്ലാം കലത് മേടിക്കാം. അത് അവര് തോന്നിയാലും മാറ്റിക്കൊണ്ടിരിക്കുന്നു. മമ്മൂക്കയ്ക്ക് അങ്ങനെ ഇന്ന ചോദ്യങ്ങൾ ചോദിക്കണം, ഇന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, അങ്ങനെ ഒരു ഇതല്ല. ചില കാര്യങ്ങളിൽ എനിക്ക് ഈ താല്പര്യമില്ലാത്ത കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളുണ്ടാവും. അല്ല, അത് അങ്ങനെ അല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. മറ്റതിനെ പറ്റി എന്താ അഭിപ്രായം, ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം നമ്മൾ വെച്ചോണ്ടിരുന്നാൽ പോരെ. പരസ്യമായിട്ട് പറയേണ്ടാത്ത ഒത്തിരി അഭിപ്രായങ്ങളില്ല. പലരും സിനിമയിൽ നിന്ന് തന്നെയാണെങ്കിലും തുറന്ന അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളുണ്ട്. അഭിപ്രായങ്ങൾ തുറന്നു പറയാം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ. അഭിപ്രായം ഇല്ലാത്ത ഒരാളാണ് മമ്മൂക്ക എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ. ഇപ്പൊ ഞാൻ മാത്തുക്കുട്ടി താടി വെച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, മാത്തുക്കുട്ടി താടി പഠിക്കുന്നതാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതെ, ചിലപ്പോ ഞാൻ സമ്മതിച്ചെന്ന് വരും. എന്തിന് മമ്മൂക്കയ്ക്ക് മുഖത്തിരിക്കുന്ന താടി മാത്തുക്കുട്ടി ഇഷ്ടത്തിന്, മാത്തുക്കുട്ടി വളർത്തുന്ന താടി എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ മാത്തുക്കുട്ടി എന്ത് ഞാൻ നോക്കണമെന്നല്ലേ ഉള്ളൂ. ഗ്രേറ്റ് ഫാദർ എന്ന സിനിമ പുതിയൊരു സംവിധായകൻ കൂടി മമ്മൂക്കയ്ക്ക് അവസരം നൽകിയിരിക്കുന്നു. അതെ, ഇനി എത്ര പേരുണ്ടോ? ഉടനെ ഒരു പുതിയ സംവിധായകന്മാരാരും ഉള്ളത്? എനിക്ക് തോന്നുന്നു ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയും പുതിയ സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ പുതിയ സിനിമയാണ്. അതിനുശേഷമുള്ള സിനിമയ്ക്ക് ശേഷമുള്ള സിനിമയും പുതിയ ആളാണ്. എന്താ ഇത്ര ഈ പുതിയ ആളുകളോട് തന്നെ മമ്മൂക്കയ്ക്ക് ഇപ്പോഴും പുതിയ ആൾക്കാർക്ക് നമ്മൾ വെച്ച് ടെസ്റ്റ് ചെയ്യണം. നമ്മൾ കൊള്ളാമെന്ന് അവർ ടെസ്റ്റ് ചെയ്യണം. പലരും മമ്മൂക്കാരുടെ അടുത്ത് സിനിമ പിടിച്ചിട്ട് പിന്നെ വലിയ സിനിമ പഠിപ്പിക്കാൻ എനിക്ക് തന്നെ സിനിമ എന്താവുന്ന അവർ പിടിയില്ല. മമ്മൂക്കായിലൂടെ എൻട്രി നടത്താന്ന് വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്വന്തം സിനിമ എളുപ്പമായിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. നമുക്ക് റീച്ച് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. പിന്നെ മാതുക്കുട്ടി ചുമ്മാ എന്നോട് പറയാതല്ലേ കയറിയൊന്നും അങ്ങനെയൊന്നല്ല. ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്, എവിടെയെങ്കിലും നല്ലൊരു കഥയുണ്ടെങ്കിലും മമ്മൂക്ക അത് തെരഞ്ഞു പിടിച്ച് പോയിട്ട് അത് പിക്ക് ചെയ്ത് വിളിച്ചുകൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ ഇപ്പൊ എല്ലാ പടവും നല്ലതാവണ്ടേ? അങ്ങനെയൊന്നുമില്ല, ചിലതൊക്കെ അങ്ങനെ. അതല്ല, നമ്മള് കഥ കേൾക്കുമ്പോ ചോദിക്കപ്പോ വലരി മണിക്കത്തിനകത്ത് ഞാൻ ഇല്ല. അതിന്റെ വലരി മണിക്കത്തിന്റെ കഥയും സിനിമ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതിനകത്ത് നടന്മാരെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് വേണ്ടി ഒരു വർക്ക്ഷോപ്പ് വെക്കുന്നത് എന്നോട് ആരോ പറഞ്ഞത്. രഞ്ജി എവിടെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ രഞ്ജി കോഴിക്കോട് ഒരു വർക്ക്ഷോപ്പ് പോയിട്ടിരിക്കുകയാണ് പാലേരി മണിക്കത്തിൽ. അപ്പൊ ഞാൻ രഞ്ജി വിളിച്ചു, പാലേരി മണിക്കത്തിന്റെ നീ ഷൂട്ട് എടുക്കണ്ട, അതുകൊണ്ട് ഞാൻ കുറച്ച് ആർട്ടിസ്റ്റിന് വേണ്ടി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിക്കുക, ഒരു വർക്ക്ഷോപ്പ് വെച്ചിരിക്കുന്നത്. എനിക്ക് റോളൊന്നുമില്ലേ. അങ്ങനെ ഒരു റോള് ചോദിച്ചാണ്, ഒരു റോള് ചോദിച്ചിട്ട് 3 റോള് തന്നു. അതാണ് പാലേരി മണിക്കത്തിന്റെ കഥ. ഇപ്പോഴും സംവിധായകരോട് റോള് ചോദിക്കുന്നത് അതിനാണ് മമ്മൂട്ടി. ചോദിക്കാതെ കിട്ടില്ല സാർ, ചോദിക്കാതെ കിട്ടുമോ? എനിക്ക് തോന്നുന്നു വർക്ക്ഷോപ്പ് പോലും ഒരു പക്ഷെ മമ്മൂക്കാരുടെ ഒരു ഇതിന്റെ ഭാഗമായിട്ട് രഞ്ജിത്ത് മമ്മൂക്കാക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. സിനിമ തുടങ്ങുമ്പോൾ അതൊരു 60 ദിവസത്തെ പരിപാടിക്ക് 20 ദിവസമെങ്കിലും വർക്ക്ഷോപ്പ് വേണം. അങ്ങനെയാണെങ്കിൽ ബാക്കി 20 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തീരും. ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് പലപ്പോഴും വർക്ക്ഷോപ്പ് നടക്കുക. അതല്ല എല്ലായ്പ്പോഴും എല്ലാ സ്ഥലത്തും സിനിമയ്ക്ക് മുമ്പ് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പൊ നമ്മുടെ അടുത്തൊരു 40 ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ഒരു 10 ദിവസം 30 ദിവസം ഷൂട്ടിംഗ് ഉണ്ടല്ലോ, 10 ദിവസം വർക്ക്ഷോപ്പ് ആയിരിക്കും. എല്ലാവരെയും കൊണ്ടുവരുത്തി ക്യാമറയും ലൈറ്റിംഗും ഒന്നും ഇല്ലാതെ ബാക്കി സിനിമ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. സിനിമ ഷൂട്ടിംഗ് സമയത്ത് അത് വളരെ എളുപ്പമായിട്ട് തോന്നും. കാരണം എല്ലാവർക്കും എല്ലാ ഡയലോഗും എല്ലാവരും അറിയാം. സിനിമ നാടകം പഠിക്കുന്ന പോലെ സിനിമ മൊത്തം പഠിക്കും. പലപ്പോഴും നമുക്ക് അതിന് പുതുമുഖങ്ങളല്ലാതെ തിരക്കുള്ള നടന്മാരെ കിട്ടാൻ വലിയ പാടാണ്. നമുക്ക് റെഡിയാണ് ശരിക്കും വർക്ക്ഷോപ്പിന്. ഞാനൊരു പടം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പടത്തിന് മേടിക്കാൻ ഒരുപാട് സമയം എടുക്കും. ഈ പറഞ്ഞ താടിയൊക്കെ വളർന്നു വരണ്ടേ? എല്ലാ പടത്തിലും താടിയില്ലല്ലോ. അല്ല, അതുപോലെ എന്തെങ്കിലും മാറ്റം വരണ്ടേ? ഗ്രേറ്റ് ഫാദർ കണ്ടപ്പോ തോന്നിയൊരു കാര്യം, മറ്റു സിനിമകളെ അപേക്ഷിച്ചിട്ട് ഫിസിക്കൽ സ്ട്രെയിൻ കുറച്ചുകൂടി കൂടുതലുള്ള സിനിമയായിരുന്നു ഗ്രേറ്റ് ഫാദർ. സത്യമായിരുന്നു? ഫിസിക്കൽ സ്ട്രെയിൻ കുറച്ച് കൂടുതലില്ലേ? പ്രത്യേകിച്ചും ക്ലൈമാക്സിലുള്ള. അതിപ്പോ എല്ലാത്തിനും ഫൈറ്റ് സ്ട്രെയിൻ തന്നെയാണ്. അപ്പൊ ആർക്കും, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അത് പുതിയൊരു കാര്യമൊന്നുമില്ല. സിനിമ അത് പണ്ടുപോലെ അങ്ങനെയാണ്. നമുക്ക് പനിയൊക്കെ ഉള്ള സമയത്തൊക്കെ ഷൂട്ടിംഗ് ഉണ്ടാവും ചില സമയത്ത്. എനിക്ക് 4 ലക്ഷം ഞാനും കൂടെ ഒരു ഷൂട്ടിംഗ് സമയം എനിക്ക് 102-103 ഡിഗ്രി പനിയുണ്ട്. വെള്ളത്തിലാണ് ഇടി പനി. ഏത് സിനിമ? കൂട്ടിനിളങ്കിളി എന്നൊരു സിനിമ. ഫൈറ്റ് പാടത്ത് ചെളിയിലൊക്കെ കിടന്നിട്ട് ഇപ്പൊ പനിയുണ്ട് എനിക്ക്. അത് പറഞ്ഞ അന്നത്തെ കാലത്തൊക്കെ അത് പറഞ്ഞ അങ്ങനെ ഒരു ദിവസം ഷൂട്ടിംഗ് ഒക്കെ മുടക്കാനുള്ള വലിപ്പം മലയാള സിനിമയ്ക്ക് ഇല്ല. ഇപ്പോഴും ഒരു ദിവസം 2 ദിവസമൊക്കെ റെസ്റ്റ് എടുക്കാം. എന്നാലും എനിക്കത് തോന്നാറില്ല. നമുക്ക് സ്വാഭാവികമായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പൊ ഫേസ്ബുക്കിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്ന് ഗ്രേറ്റ് ഫാദറിന്റെ കളക്ഷനെ ചൊല്ലിയാണ്. നമുക്കത് ശ്രദ്ധിക്കുന്നുണ്ടോ കൃത്യമായിട്ട്? ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. എന്നാലും മമ്മൂക്കയിൽ ഞാൻ അങ്ങനെ എപ്പോഴും അങ്ങനെ പോകാറ്. അക്കൗണ്ടുള്ള ആളല്ലേ, പേജേ ഉള്ളൂ.
മമ്മൂക്ക ഓൺലൈനുമായിട്ട് എത്രമാത്രം നല്ല ബന്ധമാണ് പുലർത്തുന്നതെന്ന് ഒരു ധാരണ ആളുകൾക്കുണ്ട്. പ്രത്യേകിച്ചും ഏറ്റവും പുതിയ മീഡിയവുമായിട്ട് അത് ഇലക്ട്രോണിക് മീഡിയ. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതെല്ലാം കാണണമെന്നില്ല. ഞാൻ ടെക്നോളജിയോ മറ്റു കാര്യങ്ങളോ അറിയാം, ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം. ഇതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ട് പോലും വിശ്വസിക്കാത്ത ആളുകളുണ്ട്. അതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ വിശ്വസിക്കാത്തതിന്? വിശ്വസിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് പത്തല്ലേ വിശ്വസിപ്പിക്കാൻ പറ്റും. അതാണോ പ്രധാന വിഷയം? അതും ഒരു വിഷയമാണല്ലോ. അതൊരു വിഷയമാക്കരുത്. പൃഥ്വിരാജ് മമ്മൂക്കാനെ വെച്ച് കാശുണ്ടാക്കി. പൃഥ്വിരാജ് വേറെ എന്തെല്ലാം തരത്തിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അയാൾ അഭിനയിച്ച് പൈസ ഉണ്ടാക്കുന്ന വേറെ എന്തെങ്കിലും പൈസ ഉണ്ടാക്കുന്ന ബിസിനസ് ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. അതിലൊന്നാണിത്. പൃഥ്വിരാജ് കാശുണ്ടാക്കിയത് ഈ സിനിമ വെച്ചിട്ടാണെന്നല്ല. പൃഥ്വിരാജ് എന്തോരം പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. മമ്മൂക്കാനെ വെച്ച് പടം ചെയ്യാനായിട്ട് പൃഥ്വിരാജിന് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. എന്താ ഈ ഒരു അറ്റാച്ച്മെന്റിന്റെ കാര്യം എന്താ? അങ്ങനെ പ്രത്യേകിച്ച് അറ്റാച്ച്മെന്റ് കാര്യമൊന്നുമില്ല. പൃഥ്വിരാജ് ഏറ്റവും ആദ്യത്തെ സിനിമ ഇന്ന് മോഹൻലാലിനെ വെച്ചിട്ടാണ്. പക്ഷെ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല മമ്മൂക്കാനെ വെച്ചിട്ട്. കാശ് സേഫ് ആക്കുന്ന പരിപാടി മമ്മൂക്കാനെ വെച്ചിട്ടാണ്. അതൊക്കെ മാത്തുക്കുട്ടിക്ക് പറയാം. ഞാൻ പോയിട്ട് അത് രാജുവിന്റെ അടുത്ത് പറയാൻ പറ്റുമോ? സിനിമ ലാലും മറ്റു കഥയാണ് രാജുവിന് കിട്ടിയത്, അതുകൊണ്ടായിരിക്കും സിനിമ എടുക്കുന്നത്. എന്നെ വെച്ച് കഥ വരുമ്പോൾ എടുക്കുമായിരിക്കും. അത് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? പരിചയമുള്ളതുകൊണ്ട്. അങ്ങനെയൊന്നും സിനിമയിൽ പറ്റില്ല. നമുക്ക് അഭിനയിക്കുക ഇതൊരു ജോലിയാക്കുകയാണ്. അത് നമ്മൾ എല്ലാവർക്കും അവൈലബിൾ ആവണം. ഇപ്പൊ പൃഥ്വിരാജിന്റെ കാര്യം പറഞ്ഞ പോലെ പൃഥ്വിരാജ് ഇപ്പോ സ്വന്തമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു. മമ്മൂക്കാക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഒരു സമയത്ത് സൂക്ഷിച്ചിരുന്ന ഒരാളാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഭൂതക്കണ്ണാടി എന്ന സിനിമ മമ്മൂക്കാക്ക് സംവിധാനം ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്ന സിനിമയായിരുന്നു. രജനീകാന്തിനെ നായകനാക്കിയിട്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്ന സിനിമ. അങ്ങനെയാണെങ്കിൽ കണ്ടാലല്ലേ അറിയും മമ്മൂക്ക എന്ന് പറയുന്ന സംവിധായകനെ. ഞാനങ്ങനെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. രജനീകാന്തിന്റെ അടുത്ത് ഞാൻ കഥയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിയാണ്. ഭൂതക്കണ്ണാടിയുടെ കഥ. പക്ഷെ അത് പുള്ളി പറയാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ പുള്ളിയെ നിർബന്ധിക്കാനോ സിനിമ സംവിധാനം ചെയ്യണമെന്നൊരു ആഗ്രഹമോ ഒന്നും വെച്ചു പുലർത്തിയില്ല. ഒരിക്കൽ ദുൽഖറിനോട് സംസാരിക്കുമ്പോൾ ദുൽഖർ പറഞ്ഞ കാര്യമുണ്ട്. മമ്മൂക്ക ഒരിക്കൽ പോലും ഓപ്പൺ ഹൗസിൽ വന്നിട്ടില്ല. ദളപതിക്ക് ഇറങ്ങിയ സമയത്ത് ചെന്നൈയിൽ ഭയങ്കര ഇളക്കം ഉണ്ടായിരിക്കുമ്പോൾ ടീച്ചേഴ്സ് എന്നെ ചോദിക്കാറുണ്ടായിരുന്നു ഒരു ദിവസം ഫാദറിനെ കൂട്ടിയിട്ട് വരുമെന്ന്. ഞാൻ ഗ്രേറ്റ് ഫാദറിലെ സീൻ കണ്ടപ്പോൾ അത് ആലോചിച്ചു. അതായത് മമ്മൂക്ക മക്കളുടെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആരവം എന്തായിരിക്കും? കയ്യിൽ തോക്കും തലയിൽ തൊപ്പിയും ബ്ലാക്ക് ബീസ്റ്റ് ഇല്ലെങ്കിലും മമ്മൂക്ക വന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആരവം ഉണ്ടല്ലോ. ഞാൻ ആലോചിച്ചിട്ടില്ല. സിനിമയിൽ കാര്യമാണ്. സിനിമയിൽ ഇപ്പൊ ഇവിടെ ആൾക്കാർക്ക് അറിയാവുന്നതുകൊണ്ട് ആരവം ഉണ്ടാവും. ആര്യ ഈ സിനിമയുടെ വിജയത്തിന്റെ ഭാഗമായിട്ട് സംസാരിക്കുമ്പോൾ ആര്യ പറഞ്ഞ കാര്യം, ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു മമ്മൂക്ക എന്ന് പറയുന്നത് ഭയങ്കര കർക്കശക്കാരനല്ലേ എന്ന്. പക്ഷെ എനിക്ക് നേരിട്ടപ്പോഴാണ് മനസ്സിലായത് മമ്മൂക്ക എത്രമാത്രം സ്വീറ്റ് ആണെന്നുള്ള കാര്യം. ഈ കാർക്കശ എന്തിന്റെ കാര്യത്തിലാണെന്ന് അറിഞ്ഞുകൂടാ. കർക്കശക്കാരെന്ന് വെച്ചാൽ അങ്ങോട്ട് നോക്കുന്നത് ഇങ്ങോട്ട് നോക്കുന്നത് ചിരിക്കുന്നത് അങ്ങനെയാണ്. സ്കൂൾ മാഷ് ഒരു കാർക്കശവും ഞാൻ സിനിമയിൽ ആരോടും കാണിക്കാറില്ല. ഉണ്ടോ? മാത്തുക്കുട്ടി തോന്നിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ആർക്കും തോന്നും. അത് ആദ്യം ഒരുപക്ഷെ ആ പേടി എന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോൾ പോലും എന്റെ ഉള്ളിൽ ആ പേടിയുണ്ട്. ദൈവമേ, അടുത്ത നിമിഷം വല്ല അഗ്നിപർവ്വതം പൊട്ടുവന്ന്. ഞാൻ അത്ര റിലാക്സ്ഡ് അല്ല. കറക്റ്റ്. അതുകൊണ്ടാണ് മാത്തുക്കുട്ടിക്ക് ഇപ്പോഴും ഇത്ര എളുപ്പം എന്നോട് സംസാരിക്കാൻ തോന്നുന്നു. ഇതോടൊപ്പം തന്നെ തിയേറ്ററിലേക്ക് ആഘോഷമായിട്ട് വരികയാണ് പുത്തൻ പണം എന്ന സിനിമ. കന്നഡയും കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഓൾമോസ്റ്റ് എല്ലാ ഭാഷയും ഇപ്പൊ മമ്മൂക്ക ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ കൈകാര്യം ചെയ്യാൻ? മാത്തുക്കുട്ടിയുടെ ഭാഷ മാത്രമേ ഉള്ളൂ. മാത്തുക്കുട്ടിയുടെ ഭാഷയും അതൊന്ന് കൈകാര്യം ചെയ്യണം. പുത്തൻപടം പെട്ടെന്ന് അത് ഈ പറഞ്ഞ ഡിമോണിറ്റൈസേഷൻ സിനിമയിൽ ഒരു ചെറിയ വിഷയമാണ്. അത് എന്റെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ് ആ സിനിമ ഇറക്കണമെന്ന ആഗ്രഹം പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും ഉണ്ട്. അതാണ് അതിനകത്തൊരു പെട്ടെന്ന് വന്നതിന് കാരണം. അത് മറന്നു പോകുന്നതിന് മുമ്പ് ആ സിനിമ ഇറക്കണം. മറന്നുപോയി കാണുമോ? നവംബർ 8 തീയതി ആ സമയമുണ്ട്. അപ്പൊ അത് കഥയിലെ പ്രധാന വിഷയമാണ്. ഗ്രേറ്റ് ഫാദർ ഏതായാലും ട്രെയിലറാണ്. അപ്പൊ പിന്നെ വേറെ റെയിലേക്ക് കൂടി ഇത് ഓടിക്കാം എന്നാണ് അവർ വിചാരിച്ചിരിക്കാൻ തോന്നുന്നു. തീർച്ചയായിട്ടും അത് ഞാൻ ഈ വാഗ്ദാനങ്ങളൊന്നും കൊടുത്ത് സിനിമയെ ആൾക്കാരെ തിയേറ്ററിലേക്ക് ക്ഷണിക്കാനൊന്നും ഉദ്ദേശിക്കുന്നു. ട്രെയിലർ കണ്ടിട്ട് എന്ത് തോന്നിയോ അത് ഒരു ചെറിയ ട്രെയിലർ മാത്രമാണ്. ട്രെയിലർ കണ്ടിട്ട് ഭാഷ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും സ്ക്രീൻ പ്രസൻസിന്റെ കാര്യത്തിലും ഒരു പടി മേതിയാണ് പുത്തൻ പടം. സന്തോഷം. കാസർഗോഡ് ഭാഷ പഠിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഞാറ്റുവല എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. കുറെ എഴുത്തുകാരും സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഒക്കെ ഉള്ള ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ ഷാജി എന്ന് പറഞ്ഞ ഷാജി എന്നിട്ട് ഒരു ചെറുകഥാകൃത്തുണ്ട്, മാധവന് ജോലി ചെയ്യുന്ന. അപ്പൊ ഒരു ദിവസം ഈ കൂട്ടത്തിൽ എഴുതിക്കൊണ്ടുവന്നല്ലോ ഏതൊരു കവിതയാണ്, വലിയൊരു പ്രശസ്തനായ കവിയാണ്, മറന്നുപോയി. ആ പുള്ളിയുടെ കവിതയുടെ കാസർഗോഡൻ ട്രാൻസ്ലേഷൻ ഇങ്ങനെ അയച്ചിരുന്നല്ലോ ഒരു പോസ്റ്റായിട്ട്. ഞാനതിങ്ങനെ വായിച്ച് ശീലിച്ചു. അപ്പോ
ഞങ്ങൾ ആദ്യത്തെ സംഘം ഉണ്ടായിരുന്നു ഷൊർണൂർ. ആ ഷൊർണൂർ ആദ്യത്തെ സംഗമത്തിൽ ഞാൻ ഈ കവിതയൊന്ന് വായിക്കട്ടെ എന്ന് പറഞ്ഞു മൈക്കിൽ. അങ്ങനെ വായിച്ചു ചൊല്ലി. ഇപ്പൊ എല്ലാവരും കറക്റ്റായിട്ടില്ല, അത് എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ കാസർഗോഡൻ ഭാഷ പറഞ്ഞു. അപ്പൊ കാസർഗോഡ് എന്നുള്ള കുറെ ആൾക്കാരുണ്ടാവും കൂടെ. അപ്പൊ അവരൊക്കെ ഭയങ്കര ആരവമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗ്രേറ്റ് ഫാദറും വേറെ തോപ്പിൽ ചോപ്പനൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ ഇരിക്കുമ്പോൾ രഞ്ജി പറഞ്ഞു നമുക്ക് സിനിമ റെഡി ആയിട്ടുണ്ടെന്ന്. ഈ സിനിമയിൽ നിങ്ങൾ കാസർഗോഡ് ഭാഷയെ പറയുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു കാസർഗോഡ് ഭാഷ പറയണമല്ലേ, ഞാനൊരു സാധനം അയച്ചു തരാന്ന് പറഞ്ഞിട്ട് ഞാൻ ശ്രീരാമനെ വിളിച്ച് ചോദിച്ചു അന്നേരത്തെ വീഡിയോ ഉണ്ട്. വീഡിയോ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ വീഡിയോ എനിക്ക് അയച്ചത് ഞാൻ രഞ്ജിക്ക് വീഡിയോ അയച്ചു. ഇത് ആരെഴുതിയാൻ പറഞ്ഞു, ഷാജികുമാർ എഴുതിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് നമുക്ക് ഭാഷയിൽ വേണമെങ്കിൽ അവന്റെ സഹായം ചോദിക്കാന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും. അങ്ങനെ ഷാജികുമാർ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. ഷാജികുമാറായിരുന്നു ഈ സിനിമയിലെ സുരാജ് പഞ്ഞാറമൂട്. അപ്പൊ മിക്കവാറും അടുത്ത് തന്നെ കക്ഷി സ്ക്രീനിൽ വരാനുള്ള ചാൻസ് ഓൾറെഡി സ്ക്രിപ്റ്റിലൊക്കെ സ്ക്രിപ്റ്റ് എഴുതുന്നതാണ്. ടേക്ക് ഓഫിന്റെ സ്ക്രിപ്റ്റ് ഷാജികുമാറും വേറെ ഒരാളും കൂടെ. ഇതിൽ ഒരുപാട് ഡയലോഗ്സ് ഉണ്ട്, എനിക്കൊന്നും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല, അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഈ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കണമല്ല, ഒരു ഇത്തിരി കാത് കൊടുത്താൽ എല്ലാം മനസ്സിലാവും. അല്ലാതെ അറിയാൻ പാടില്ലാത്ത മലയാളത്തിലല്ല സംസാരിക്കുന്നത്, അറിയുന്ന മലയാളത്തിലാണ്. ചിലതൊക്കെ പക്ഷെ ചില വാക്കുകൾ ചില പ്രയോഗങ്ങളൊക്കെ ചിലപ്പോൾ ഒരു പ്രാവശ്യം കേട്ട് രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. അത് വളരെ ഒരൊറ്റ സാധനം പറയാമോ? നമ്മുടെ എനിക്ക് ഭയങ്കര കേൾക്കാൻ നേരിട്ട് കേൾക്കാൻ ഭയങ്കര ആഗ്രഹമുള്ളത് കൊണ്ട് ചോദിക്കുന്നത്. എനിക്ക് ആ സമയത്തുള്ളതിനപ്പുറത്തേക്ക് ട്രെയിലറിൽ തന്നെ ഭയങ്കര ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു സീനിൽ ഇങ്ങനെ പോലീസുകാര് അവര് അണ്ടർ കവറിൽ വന്നിട്ടാണ്. അപ്പൊ ഇവര് പറയുന്നുണ്ട് ഞങ്ങള് പോലീസുകാരാണ്. അപ്പൊ ഇയാള് പറയുന്നുണ്ട് നിങ്ങൾ പോലീസുകാരാണെങ്കിൽ നമ്മ കള്ളന്മാരാന്ന് ഡയലോഗ് പറയുന്നു. ഇപ്പോഴാണ് മലയാളത്തില് കുറെ കൂടി സിറ്റികളെ ബേസ് ചെയ്തിട്ടും ഭാഷകളെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ വന്നു തുടങ്ങിയത്. പക്ഷെ ഇതിന്റെ ആദ്യകാലത്ത് തന്നെ മമ്മൂക്കാക്ക് അതിനുള്ളൊരു കൃത്യമായ സ്വാധീനം ഉണ്ടായിരുന്നല്ലേ, ഭാഷ കൃത്യമായിട്ട് സിനിമയിൽ ഉപയോഗിക്കാം. എന്റെ തന്നെ എന്റെ ഒരു ന്യായീകരണം എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രം ഏത് ഭാഗത്തുള്ള ആളാണ്, അപ്പൊ ആ ഭാഗത്തുള്ള ഭാഷയായിരിക്കും ആളെ സ്വാധീനിക്കുക, അതായിരിക്കും ആളെ സംസാരിക്കുക. ആ ന്യായം മാത്രമേ ഉള്ളൂ. ഇപ്പൊ കണ്ണൂരുകാരനായ ഒരാൾ കണ്ണൂരിലായിരിക്കും കണ്ണൂർ ഭാഷയായിരിക്കും സംസാരിക്കുന്നത്. നടൻ കണ്ണൂർക്കാരനും കഥാപാത്രം തിരുവനന്തപുരത്തുകാരനായെങ്കിൽ തിരുവനന്തപുരത്തുകാരൻ കണ്ണൂർ ഭാഷ സംസാരിക്കും എന്നൊരു ലോജിക്ക് മാത്രമേ ഞാൻ ചോദിക്കുന്നില്ല. ആദ്യകാലത്തൊക്കെ കോട്ടയത്തെ കുറിച്ചാണ് ഏറ്റവും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ എടുക്കുന്ന എല്ലാ ഭാഷകളും കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് പോകുന്നുണ്ടോ നമുക്ക്? അല്ല, കോട്ടയം അന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇന്ന സ്ഥലത്തുകാരനെന്നുള്ള കഥാപാത്രങ്ങള് ഇപ്പൊ ഞാൻ ഒരുപാട് ഭാഷ സ്ലാങ് സംസാരിക്കുന്ന ഒരു പഴയ സിനിമയുണ്ട്, ചങ്ങാത്തം എന്നൊരു സിനിമയിൽ ഞാൻ ഒരുപാട് ഡിസ്കൈസ് കാണിക്കുന്നുണ്ട്, പല വേഷത്തിൽ പോകുന്നുണ്ട്. അതിന് തൃശ്ശൂർ ഭാഷയൊക്കെ അന്നേ ഉണ്ട്. ചങ്ങാത്തം സിനിമ കണ്ടറിയാം, ഓരോരോ സ്ഥലത്തെ ആളായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത്. പിന്നെ ദാമോദരൻ മാസ്റ്ററേയും എംടിയുടെ ഒരു വള്ളൂനാണ് ഭാഷയുണ്ട്, അതെല്ലാവരും ഫോളോ ചെയ്യാറുണ്ട്. കോഴിക്കോട്ടിലിപ്പോ ദാമോദരൻ മാഷാണ് കോഴിക്കോട്ടുകാരന്റെ കഥാപാത്രമാണ് കൂടുതൽ എംടി എഴുതിയാൽ. അപ്പൊ അതിനകത്ത് കോഴിക്കോടൻ ഭാഷകളും അതിനകത്ത് ഒരുപാട് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഥാപാത്രങ്ങൾ. എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് പ്ലേസ്ഡ് ആയി പോയിട്ട് പല ആളുകളും ഇപ്പോഴും ചന്തുവിന്റെ റൈമിങ്ങിലൊക്കെ അറിയാണ്ട് എഴുതി. ചന്തുവിന്റെ റൈമിംഗ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പ്രത്യേക ഭാഷ എന്ന് പറയാൻ പറ്റില്ല. റിപ്പീറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ചന്തു തോറ്റിട്ടുണ്ട് പലരും പലവട്ടം. അത് എംടിഎൻ ഭാഷയാണ്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആളുകൾ ഇപ്പൊ പാടുപെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർക്കൊക്കെ സ്വാധീനിക്കും. പത്മരാജൻ എഴുതുന്ന കൂടുതൽ സിനിമകളിലെയും ഭാഷ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ രാജ്യത്തടത്തുള്ളതാണ്. അതായത് ഓണാട്ടുകര ഭാഷയാണ്. ഓണാട്ടുകര എന്തുവാ എന്നാ ആ ഭാഷ പറയുന്ന അത് മുകിലാവും കേട്ടോ, അടൂർ ഗോപാലകൃഷ്ണൻ സാറൊക്കെ പറയുന്ന ആ ഭാഷയാണ്. അപ്പൊ അവരൊക്കെ ആ ഓണാട്ടുകര ആ ഒരു ഭാഷയാണ്. നമ്മൾ ആരും അറിയാത്തൊരു സ്ഥലമുണ്ട് ഈ ഓണാട്ടുകര. ഓക്കെ, എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷം ഇത്രയും കാര്യങ്ങൾ നമ്മളുമായിട്ട് സംസാരിച്ചതിൽ. അത് ശരി, നമുക്കല്ലേ പെട്ടെന്ന് നിർത്തണം എന്ന് പറഞ്ഞ് ബോധമുണ്ടാക്കിയത്. എന്തായാലും ഇനിയും ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. പക്ഷെ അടുത്ത വീണ്ടും ഇതൊരു വലിയ തുറക്കഥായിട്ട് തുടങ്ങാം. നമുക്ക് ഇന്നിപ്പോ ഇത് അവസാനിപ്പിച്ചിട്ട് ഇനി ഈ സിനിമകൾക്ക് ഇറങ്ങട്ടെ, അതിനുശേഷം കാണാം.